ബിസിനസ് തുടങ്ങിയവരും ബിസിനസ് തുടങ്ങാൻ പോകുന്നവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. കണ്ടാൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കും. എന്നെ നിങ്ങൾക്കറിയാം, ഞാൻ പ്രഭാകരൻ, എഡിനോറയുടെ ഫൗണ്ടറും ഇപ്പോൾ എഡിനോറ എന്ന് പറയുന്ന സ്ഥാപനം നല്ല ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോകും. ഇത് ഞാൻ പറയാൻ പോകുന്നത് ഈ ഇത്തിൽ കണ്ണി എന്നൊക്കെ നമ്മുടെ തിരുവനന്തപുരത്ത് പറയാം, ഈ മരത്തിലൊക്കെ പിടിക്കുന്ന ഒരു ചെറിയ സസ്യമാണ്. അതുപോലെ നമ്മുടെ പെറ്റ്, അതുപോലെ മറ്റ് ജീവികൾ, ചില നമ്മുടെ മലക്കറി പോലെയുള്ള പച്ചക്കറികൾ പോലെയുള്ള ചെടികൾ, ഇതിലൊക്കെ അതിൻ്റെ നീരൂറ്റി കുടിച്ച് അല്ലെങ്കിൽ മറ്റ് ജീവികളുടെ രക്തം കുടിച്ച് ജീവിക്കുന്ന പരാതങ്ങൾ അഥവാ പാരസൈറ്റ്സുകൾ ഉണ്ട്. അതേപോലെ ഒരു വിഭാഗം നമ്മുടെ രാജ്യത്ത് അവര് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ ബിസിനസ്സുകാരെയാണ്. ബിസിനസ് തുടങ്ങാൻ പോകുന്നവരുടെ ബിസിനസ് ചെയ്യുന്നവരുടെ പറയും ഫണ്ട് തരാമെന്ന് പറയും. എന്നോട് പലരും ഓഫർ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ഓഫറിൽ ഇവർ ആദ്യം ടെലിഫോൺ ചെയ്യായിരിക്കും. ടെലിഫോൺ ചെയ്തിട്ട് പറയും നിങ്ങൾക്ക് ഇത്ര ഫണ്ട് കിട്ടാനുള്ള അർഹതയുണ്ടെന്ന് പറയും. എന്നിട്ട് അവർ മെയിൽ അയക്കും. എന്നോട് അയച്ചവരൊക്കെ അടുത്ത് ഞാനൊരു കോൺട്രാക്ട് ചോദിക്കും. അപ്പോൾ അവരൊരു LUT ഫോർമാറ്റ് അയച്ചു തരും, ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ്. അപ്പൊ ആ ലെറ്റർ ഓഫ് അണ്ടർടേക്കിങ്ങിൽ നമ്മൾ അവരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുകയാണ്. നമ്മൾ അവർക്ക് ഇത് കൊടുത്തുകൊള്ളാമെന്ന് പറയാണ്. അതിലവർ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കും, അവർ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫില്ലിങ്ങും ഒരു പിച്ച് ഡെക്ക് എന്ന് പറഞ്ഞൊരു സാധനമായിരിക്കും ഉണ്ടാക്കി തരിക. ഈ പിച്ച് ഡെക്ക് എന്താണ്? പിച്ച് ഡെക്ക് നമ്മൾ തന്നെ പിച്ച് ചെയ്യണം, എന്നാൽ മാത്രമേ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്കൊരു പിച്ച് ചെയ്യണമെങ്കിൽ അതൊരു ഫണ്ടിങ് ഏജൻസിയിലേക്ക് പോകുമ്പോൾ അവരെ അത് എങ്ങനെ ഇംപ്രസ് ചെയ്യുമെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇതൊന്നും ഇവർ പറഞ്ഞു തരില്ല. ഇവർക്ക് അതുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ല. ഇവർക്ക് ഇതൊക്കെ ചെയ്തു തരുന്നതിനുള്ള ഒരു ലീഗൽ റൈറ്റും ഇല്ല. ഇവർ സാധാരണ ഒരു ഫോം. പക്ഷേ ഇവർക്ക് എവിടെ നിന്നാണ് ഈ നമ്പർ കിട്ടുന്നത്? എന്നെ ഈ വിളിച്ചവരൊക്കെ ഞാൻ നമ്മുടെ സ്റ്റേറ്റ് സ്റ്റാർട്ടപ്പിലും നമ്മുടെ നാഷണൽ സ്റ്റാർട്ടപ്പിലും നമ്മുടെ MSME ഇതുപോലെയുള്ള രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ സമയത്താണ് എനിക്ക് ഇതുപോലെയുള്ള കോൾസ് വരുന്നത്. നമ്മുടെ ഗവൺമെന്റ് ഇതിലൂടെയൊക്കെ ഫണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കൊരു ബഡ്ജറ്റ് ഉണ്ട്. ആ ബഡ്ജറ്റിനകത്ത് നിന്നും കൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല. എനിക്ക് കുറച്ച് ചില സഹായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ രജിസ്ട്രേഷൻ കഴിയുമ്പോൾ ഇവർക്ക് ഏതോ സോഴ്സിലൂടെ അവിടെ നമ്പർ കിട്ടും. ഇതിനിടയ്ക്ക് ഒരു തമാശ കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് 3ാമത്തെ ദിവസം നാഷണൽ സ്റ്റാർട്ടപ്പിലാണെന്നാണ് വിളിക്കുന്നതെന്നും പറഞ്ഞ് ഒരു വ്യക്തി എന്നെ വിളിച്ചു. അയാൾ എൻ്റെ അടുത്ത് സ്വയം പരിചയപ്പെടുത്തിയത് മെന്റർ എന്നാണ്. എനിക്കാണെങ്കിൽ ഈ മെന്റർ എന്ന് കേൾക്കുന്നത് തന്നെ എനിക്ക് ഒരു അരോചകമാണ്. ഒരു പ്രോഡക്റ്റിന് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാം, ആ പ്രോഡക്റ്റിന് നമുക്ക് പേറ്റന്റ് ചെയ്യാം, ആ പ്രോഡക്റ്റിനെ പിന്നെ നമുക്ക് വിൽക്കാനും നമുക്ക് കഴിയണ്ടേ? അല്ല, ഈ മെന്റർക്ക് നമ്മളെ എങ്ങനെയാ സഹായിക്കാൻ കഴിയുക? മറ്റൊരാളിന് നമ്മുടെ തലച്ചോറി കയറിയിരുന്ന് നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പറയാൻ കഴിയുമോ? പിന്നെ ഞാൻ ആലോചിക്കുന്നത്, ഇവർ ഇത്രയും വലിയ മെന്റർമാരാണെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ടൊരു ബിസിനസ് ചെയ്തുകൂടാ? ഇത് ഇങ്ങനെയുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് ഓൺലൈനിൽ കാണാൻ കഴിയും. വന്നിട്ട് പറയും നിങ്ങളൊരു ബിസിനസ്സുകാരനാണോ, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കുറച്ച് ഭയങ്കര നല്ല വളരെ അച്ചടി ഭാഷയിൽ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഒക്കെ സംസാരിക്കും. എന്നിട്ട് അവർ പറയും അവരൊരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറയും, നിങ്ങളെ ഒരു ഫീസ് വാങ്ങും. നിങ്ങൾക്ക് എന്തൊന്നും കിട്ടും? ഒന്നും കിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്ന ഇതാണ്, നിങ്ങൾക്ക് ഫണ്ട് തരാമെന്നും പറഞ്ഞ് ആരെങ്കിലും വന്നാൽ പ്രോപ്പർ ആയിട്ടുള്ള കോൺട്രാക്ട് വെച്ച് നിങ്ങളുടെ കമ്പനിയെ ഡ്യൂ ഡെലിജൻസ് നടത്തി നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെന്ന് അവർ നിങ്ങളുടെ എഴുതി തന്ന് നിങ്ങൾക്ക് ഫണ്ട് തരാമെന്നുള്ളൊരു എഗ്രിമെന്റ് വെക്കാണ്ട് നിങ്ങൾ ആരോടെയും വലയിൽ ചെന്ന് വീഴരുത്. അവർ നിങ്ങളെ 50,000 തൊട്ട് 4 ലക്ഷം രൂപ അടിച്ചോളൂ. ഇതൊരു വലിയ ബിസിനസ്സാണ്. ഇന്ത്യയിൽ പല കമ്പനികളുണ്ട്. മിക്കവാറും കമ്പനികളെല്ലാം ഗുജറാത്തിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. കാരണം ഈ ഗുജറാത്ത് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അവിടെ നല്ല വ്യവസായ സൗഹൃദമായ ഒരു സംസ്ഥാനമാണ്. നമുക്ക് അവിടെ ഫണ്ട് കൊടുക്കുന്നവരുണ്ട് എന്നൊക്കെ നമുക്കൊരു തോന്നൽ വരും. നമ്മൾ ചെന്ന് വീണു, നമ്മുടെ പൈസ പോകും. അതായത് അത്താഴ പഷ്ണിക്കാരന്റെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വാരാൻ ശ്രമിക്കുന്നവർ, അങ്ങനെ ഒരു കൂട്ടര് നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ബിസിനസ് തുടങ്ങാൻ പോകുന്നവർ വളരെ ശ്രദ്ധിച്ച് വേണം ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ പോകും. ഞാനിതെന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു മെന്റർ വന്നു. ഇങ്ങനെ മെന്റർ ആണെന്ന് പറഞ്ഞു. ഞാൻ എന്തിനാണ് അത്? ഞാൻ മെന്റ് ചെയ്യും. ഞാൻ എന്താണ് മെന്റ് ചെയ്യുന്നത്? അത് നിങ്ങൾക്ക് ഫണ്ടൊക്കെ എവിടെ നിന്ന് കിട്ടും എന്ന് പറഞ്ഞു. ഇവിടെ വന്നു. ഞാൻ പറഞ്ഞു ഓക്കെ വന്നോളൂ എന്ന് പറഞ്ഞു. എൻ്റെ ഓഫീസിൽ വന്നു. അപ്പൊ അയാൾക്ക് ഞാൻ 5,000 രൂപ വെച്ച് മാസം കൊടുക്കണം. ഞാൻ പറഞ്ഞു ഞാൻ തരില്ല. നിങ്ങൾക്ക് എനിക്ക് ഫണ്ട് കൊണ്ട് തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എത്ര പെർസെന്റേജ് വേണമെന്ന് പറയുക, എഗ്രിമെന്റ് എഴുതുക. അത് എത്ര കാലത്തിനകത്ത്, അത്രയും കാലം ഞാൻ മറ്റാരുടെ ഫണ്ടിന് വേണ്ടിയിട്ട് ശ്രമിക്കില്ല. അതോടുകൂടി അയാൾ പോയി. ബിസിനസ് ചെയ്യുന്നത് വളരെ റിസ്കിയാണ്. ആ ബിസിനസ് ചെയ്യുന്നവർക്ക് അതിനുള്ള ഒരു മെന്റൽ കപ്പാസിറ്റിയും കൂടെ വേണം. നിങ്ങളെ ഒരു മെന്റർക്കും നിങ്ങളെ ഒന്നും ചെയ്തു തരാൻ കഴിയില്ല. നിങ്ങളുടെ പെയിൻ മറ്റാർക്കെങ്കിലും എടുക്കാൻ പറ്റുമോ? അതുപോലെ എടുക്കാൻ പറ്റില്ല. അതുപോലെയാണ് നിങ്ങളുടെ ബിസിനസിന്റെ ഉത്തരവാദി നിങ്ങളാണ് അതിനെക്കുറിച്ച് ആലോചിച്ച് പഠിച്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് സ്വയം കണ്ടു പഠിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെ വരുന്നവരെ മാറ്റി നിർത്താനായിട്ട് നിങ്ങൾ പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരിക്കലും ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. കാരണം എവിടെന്നെങ്കിലുമൊക്കെ കടവും ഇടവും ഒക്കെ മറിച്ച്
ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ഒരുപാട് നമ്മുടെ സഹജീവികളുണ്ട്. കാരണം നമ്മളൊരു ബിസിനസ് നടത്തുമ്പോൾ ബിസിനസ് നടത്തുന്നവരൊക്കെ തന്നെ നമ്മുടെ സഹജീവികളാണ്. അപ്പോൾ അവർക്കൊക്കെ ഇത് ഗുണമാകണം. നിങ്ങൾ ഇതിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഞാനുമായി കോൺടാക്ട് ചെയ്യണം. ഞാനിതുപോലെയുള്ള ബിസിനസ്സും ചെയ്യാനല്ല, എന്തെങ്കിലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇമെയിൽ ID ഇതിന് താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് മെയിൽ അയക്കാം. ഓക്കെ, താങ്ക് യു.